സമ്മേളന കാലയളവിൽ CPM-ലെ പൊട്ടിത്തെറി നേതൃത്വത്തിന് തലവേദനയാകുന്നു. ഒരിടവേളയ്ക്ക് ശേഷം വിഭാഗീയതയും CPM-ൽ പിടിമുറുക്കുകയാണ്. വിപിൻ സി ബാബുവിന് പിന്നാലെ കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുമെന്ന ആശങ്കയിൽ സംസ്ഥാന നേതൃത്വം. പാലക്കാടും കരുനാഗപ്പള്ളിയും തിരുവല്ലയും ആവർത്തിക്കുമെന്ന ആശങ്കയിലാണ് നേതൃത്വമുള്ളത്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, സമ്മേളന കാലയളവിൽ തന്നെ CPM-ന്റെ ഈ ഒരു പൊട്ടിത്തെറി നേതൃത്വത്തിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം CPM-ൽ വിഭാഗീയതയും പിടിമുറുക്കുകയാണല്ലേ? സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള വിഭാഗീയത ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ആലപ്പുഴയിൽ നിന്നടക്കം പാർട്ടി വിട്ട് ചിലർ BJP-യിലേക്ക് എത്തുന്നു. വിപിൻ സി ബാബു അടക്കമുള്ളവർ BJP അംഗത്വം സ്വീകരിക്കുന്ന കാഴ്ച. അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ അമ്മ അടക്കമുള്ളവർ പറഞ്ഞത് ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ട് എങ്കിൽ പോലും CPM-നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തങ്ങൾ ഇത് തയ്യാറല്ല എന്നുള്ളതാണ്. സമാനമായ സാഹചര്യങ്ങളാണ് നമ്മൾ കരുനാഗപ്പള്ളിയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. കരുനാഗപ്പള്ളിയിലെ ലോക്കൽ സമ്മേളനം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് അവിടെ വലിയ രീതിയിലുള്ള വിഭാഗീയതയും പൊട്ടിത്തെറിയിലേക്കും കാര്യങ്ങൾ എത്തുകയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടെ സമ്മേളന വേദിയിൽ പൂട്ടിയിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ അത് മറയ്ക്കാൻ CPM ശ്രമം നടത്തിയെങ്കിലും മാധ്യമങ്ങളുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിലും വിഭാഗീയതയുണ്ട് എന്നുള്ളത് മറനീക്കി പുറത്തു വരികയാണ്. സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അവിടെ എത്തി നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമാനമാണ് നിഖിൽ സൂചിപ്പിച്ചതുപോലെ തിരുവല്ലയിലെ സാഹചര്യം. തിരുവല്ലയിലടക്കം ലോക്കൽ സമ്മേളനങ്ങളിൽ ഉണ്ടാകുന്ന പ്രവർത്തന റിപ്പോർട്ടിൽ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ അടക്കം രൂക്ഷമായ വിമർശനങ്ങളാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. ഇതിലടക്കം വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. പാലക്കാട് ജില്ലയിലും സമാനമാണ് സാഹചര്യം. പാലക്കാട് ജില്ലയിൽ പാലക്കാട് കൊഴിഞ്ഞാമ്പാറ മേഖലയിൽ അവിടെ ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ സമാനമായ ലോക്കൽ സമ്മേളനങ്ങൾ ഒരു വിഭാഗം വിഭാഗീയതയുടെ ഭാഗമായി തന്നെ ഒരു വിഭാഗം വിമത സമ്മേളനം നടത്തുന്നു. സമാനമായി ഒരു പുതിയ പാർട്ടി ഓഫീസിന് സമാനമായി EMS ഓഫീസ് അവിടെ ഉണ്ടാക്കുന്നു. അതിൽ അവർ പ്രവർത്തനം ആരംഭിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് CPM കടക്കുകയാണ്. ഒരു പക്ഷേ കൊല്ലം ജില്ലയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയാകേണ്ട ജില്ല കൂടിയാണ് കൊല്ലം. എപ്പോഴും ചെങ്കോട്ടയാണ്, ഒപ്പം തന്നെ പാർട്ടി വേദിയാകേണ്ട ജില്ല കൂടിയാണ് കൊല്ലം. എപ്പോഴും ചെങ്കോട്ടയാണ്, ഒപ്പം തന്നെ പാർട്ടി ഗ്രാമങ്ങളാണ് കൊല്ലത്തെന്നൊക്കെ അവകാശപ്പെടുന്ന സംസ്ഥാന നേതൃത്വത്തിനൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് കൊല്ലത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും അക്കാര്യത്തിലടക്കം കടുത്ത നടപടിയിലേക്ക് പോകുമെന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു രീതിയിലും വിഭാഗീയതയോ വിമത നീക്കമോ പാർട്ടിയിൽ അനുവദിക്കില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. സമാനമായ രീതിയിൽ നടപടികളിലേക്ക് കൂടി ഇപ്പോൾ CPM കടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും ഒരു രീതിയിലും മറനീക്കി പുറത്തു വരാതിരുന്ന വിഭാഗീയത ഒരു ഇടവേളയ്ക്ക് ശേഷം മറനീക്കി പുറത്തേക്ക് വരികയാണെന്നും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ ആ ഒരു പൊട്ടിത്തെറി തന്നെ കൂടുതൽ CPM-ന്റെ നേതാക്കന്മാരടക്കമുള്ളവർ BJP-യിലേക്ക് അടക്കം എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയും കൂടുതൽ ആളുകൾ BJP-യിലേക്ക് അംഗത്വം സ്വീകരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. എന്തായാലും പാലക്കാടും തിരുവല്ലയിലും ഒപ്പം തന്നെ കരുനാഗപ്പള്ളിയിലും പത്തനംതിട്ടയിലും ഒക്കെ നമ്മൾ കണ്ടതാണ് സമാനമായ സാഹചര്യങ്ങൾ. ആ സമാനത വലിയ രീതിയിൽ ഈ പാർട്ടി ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ CPM-നെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നാളെ ഏരിയ സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഏരിയ സമ്മേളനങ്ങൾ അടക്കം വേണ്ട എന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിടുന്ന സാഹചര്യം. അത്തരത്തിൽ കടുത്ത നടപടിയിലേക്കാണ് CPM കടക്കുന്നത്. അതേസമയം തന്നെ ഈ വിഭാഗീയതയും ഒപ്പം തന്നെ വിമത നീക്കവും ഒക്കെ പാർട്ടിക്ക് വലിയ രീതിയിൽ ഈ ഒരു ഘട്ടത്തിൽ പ്രതിരോധം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. നിഖിൽ. ശരി ശാലിനി, സമ്മേളന കാലയളവിൽ CPM-ലെ പൊട്ടിത്തെറി നേതൃത്വത്തിന് വലിയ തലവേദനയാകുന്നുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം വിഭാഗീയതയും CPM-ൽ പിടിമുറുക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനി.